ഹലോ ഫ്രണ്ട്സ്, അപ്പം പുറത്ത് ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞു. ഒന്ന് നല്ലൊരു അന്തരീക്ഷമാണ്. ഒരു ഇച്ചിരി കപ്പയും ചമ്മന്തിയൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്, ഒരു കട്ടൻ ചായയും ഒക്കെ. അപ്പം കുറച്ച് കപ്പ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കപ്പയും ചമ്മന്തി ഉണ്ടാക്കിയാലോ? ഫ്രണ്ട്സ്, കപ്പയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറിയൊരു കറുപ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഒത്തിരി ദിവസമായ കപ്പയൊന്നും അല്ല കേട്ടോ. ഞാൻ ഇന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച കപ്പയാ. പക്ഷെ എന്തോ വലിയ രസമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്ത് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് നമുക്കിനി അടുപ്പത്ത് വെക്കാം. അപ്പൊ കപ്പ തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചമ്മന്തിയുടെ പരിപാടിയിലോട്ട് പോകാം. നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ആ എണ്ണ ചൂടായി. അപ്പൊ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഞാൻ മുറിക്കുന്നൊന്നുമില്ല കേട്ടോ, ഇതേ രീതിയിൽ തന്നെയാണ് ഇടുന്നത്. കാരണം മിക്സിയുടെ ജാലം നല്ലപോലെ അരച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് അരിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഇടും. ഇതെല്ലാവരും ഉണ്ടാക്കുന്നൊക്കെ ആയിരിക്കും. എനിക്ക് കപ്പയുടെ കൂടെ ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ കുഴച്ച് വേവിക്കുവാണെങ്കിൽ ചിക്കൻ കറി, മീൻകറി ഒക്കെ നല്ലതാണ്. ഇതങ്ങനെ അല്ലല്ലോ. അപ്പൊ ചമ്മന്തിയാണ് ഇതിന് നല്ലത്. നമുക്ക് ഇത്തിരി തക്കാളിയും കുടിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇനി നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഞാൻ ലാസ്റ്റ് ഇടുള്ളൂ, കാരണം പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഒരുപാട് കരിഞ്ഞ മാതിരി ആയിട്ട്. ലാസ്റ്റ് ഇടുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വറ്റൽമുളകും കൂടെ ഒന്ന് നല്ല മൂത്ത് വന്നിട്ട് പുളി ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ അരച്ചെടുക്കുക. ഇതാ ഇഷ്ടമൊരു പുളി എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ മിക്സിയുടെ ജാലോട്ട് ഇടുമ്പോൾ ഇച്ചിരി ഉപ്പ് ഇടാൻ വിചാരിച്ചു. ഇപ്പൊ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പൊ അതേ ചമ്മന്തി ഞാൻ വീണ്ടും പാനിലേക്ക് ഇട്ടു അരച്ചിട്ട് ഇനി കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വറ്റൽമുളകൊക്കെ മൂത്ത് വന്നു കഴിയുമ്പോൾ ഒരു മണവും അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇല്ലേ, പ്രത്യേക ടേസ്റ്റ്. നമുക്ക് ചോറിനൂടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി തന്നെ കേട്ടോ. സൂപ്പർ. എല്ലാവരും ഉണ്ടാക്കാറുള്ളതല്ലേ വറ്റൽമുളക് കൊണ്ടുള്ള ചമ്മന്തി. വറ്റൽമുളകിന്റെ ടേസ്റ്റ് ഞാൻ പറയണ്ടല്ലോ, സൂപ്പർ. അത് ചുമന്നുള്ളിയും കൂടി ഇടുമ്പോൾ പറയണം. അപ്പൊ നമ്മുടെ ചമ്മന്തി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പയും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടി പിടിക്കാം. ചമ്മന്തി ഒത്തു, പക്ഷെ കപ്പയിൽ എനിക്ക് അത്ര ഒരു പ്രതീക്ഷയില്ല. ഇനി കഴിക്കുമ്പോൾ അറിയാം. കപ്പ വേകാനും താമസം, കപ്പയ്ക്ക് ഒരു കളറും ഇല്ല, ഒരു കറുപ്പ് കളർ പോലൊക്കെ. ചമ്മന്തി നന്നായിട്ടുണ്ട്. കപ്പ അപ്പോഴത്തേക്കിനും നോക്കാം. ഇനി എന്തായാലും ഞങ്ങൾ കഴിക്കും, അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല. അതെ, കപ്പ വേവാത്തോണ്ട് കുട്ടി നിന്ന് മടുത്തു. ഇവൾക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂസിന് അത്ര വലിയ താല്പര്യം അല്ലേ? അപ്പൊ നമുക്ക് കഴിക്കാൻ നേരത്തെ കാണാം അല്ലെ? അപ്പൊ കപ്പ റെഡിയായി. ഇച്ചിരി കറുപ്പൊക്കെ കയറിയെങ്കിലും കയ്പൊന്നുമില്ല കേട്ടോ. വേഗം ഇത്തിരി താമസം ഉണ്ടെന്ന് ഉള്ളായിരുന്നു. ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ കഴിച്ച് ഞങ്ങൾ ഓരോ നോക്കി. ഇനി നമുക്ക് ഇതിന്റെ പുറത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ ഞങ്ങളുടെ കപ്പ റെഡിയായി. ഞാൻ കുറച്ച് തേങ്ങ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ചമ്മന്തി എല്ലാം കൂട്ടിയിട്ട് ഞാൻ ആദ്യം ഉള്ളിക്ക് ശര ടേസ്റ്റ് നോക്കട്ടെ. ഒന്നും പറയില്ല, സൂപ്പർ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ.